ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് എയർഡ്രോപ്പ് പ്രൊജക്റ്റുകളുടെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ ക്രൈറ്റീരിയാസും എല്ലാം തന്നെയാണ്. അതിലൊന്നാണ് W കോയിൻ, അടുത്തതെന്ന് പറഞ്ഞാൽ മീംഫൈ. നമ്മളുടെ എല്ലാ വീഡിയോസും ഭയങ്കര ലെങ്ത് കൂടുതലാണ് എന്ന് കോമൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം അടുത്തൊരു വീഡിയോയിൽ പറയാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന W കോയിൻ്റെ സ്നാപ്ഷോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7 ഒക്ടോബർ 27 W കോയിൻ്റെ സ്നാപ്ഷോട്ട്. അതിനുശേഷമായിരിക്കും ലിസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ എയർ ഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ ഇവർ കറക്റ്റായിട്ട് ട്വിറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം വേണ്ടത് എന്താണ്? വെരിഫൈ അക്കൗണ്ടാണ്. വെരിഫൈഡ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ? W കോയിൻ്റെ ടെലിഗ്രാം മിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വാലറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് വെരിഫൈ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ഡെയിലി ടാസ്ക് ഗ്രേറ്റർ ദാൻ 10 days എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ടാസ്കുകൾ 10 ദിവസത്തിന് മുകളിലേക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് ഡെയിലി ടാസ്ക്? ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ടാസ്കുകളിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് എന്താണ്? എവറി ഡേ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി ടാസ്കിൻ്റെ ഒരു റിവാർഡ് കിട്ടുന്നതാണ്, ഡെയിലി ലോഗിൻ ബോണസ്. ഇതെങ്കിലും നിങ്ങൾ 10 ദിവസത്തിൻ്റെ മേലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു സ്ട്രീക്കിനെ പറ്റിയല്ല അവർ പറയുന്നത്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കളക്ട് ചെയ്തിട്ടുണ്ടാവണം, അല്ലാതെ 10 സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല. ഇനി അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് ക്ലെയിം ചെയ്യുക എന്നതാണ്. നമുക്കിവിടെ സ്റ്റേക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ സ്റ്റേക്ക് ചെയ്യുക, ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേക്കിംഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റേക്ക് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. സ്റ്റേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ 7 ഉണ്ട്, 14 ഉണ്ട്. എന്ത് ചെയ്യുക? നിങ്ങളിതുപോലെ 3 ദിവസത്തെ ചൂസ് ചെയ്യുക. അങ്ങനെ 3 സ്ലോട്ട് നമുക്കുണ്ട്. 3 ദിവസം ഈ ഒരു സ്റ്റേക്കിംഗ് പീരീഡ് കൊടുത്തതിന് ശേഷം 3 സ്ലോട്ടിലും സ്റ്റേക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 9 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 3 ഡേയ്സിൻ്റെ 3 സ്റ്റേക്ക് ഒരു സ്ലോട്ടിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ അപ്പം തന്നെ നമ്മളുടെ കയ്യിൽ 9 പ്രാവശ്യം സ്റ്റേക്കിങ്ങും ക്ലെയിമിങ്ങും കഴിഞ്ഞു. 9 ദിവസം കൊണ്ട് മാത്രം തന്നെ. അപ്പം നമ്മളോട് പറഞ്ഞ 10 പ്രാവശ്യം സ്റ്റേക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്യാനാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ വെറും 12 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റേക്കിങ്ങിൻ്റെ ടാസ്കും ഇതുപോലെ ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 ഡേ ചൂസ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ ഒരു 25% മാത്രം ഒരു സ്റ്റേക്കിൽ കൊടുക്കുക. അങ്ങനെ 3 സ്റ്റേക്കിലും അങ്ങനെ സ്റ്റേക്ക് ചെയ്ത് വെറും 12 ദിവസം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മെയ്റ്റ്സ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സ് ആക്റ്റീവ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റെഫർ ചെയ്ത് പോവുക. ഉറപ്പായിട്ട് റെഫറൻസ് ഉള്ളവർക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും കാണും, ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ തന്നെ. അപ്പോൾ ഇതും അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇനി അലോക്കേഷൻ വരുമ്പോൾ റെഫറൻസ് ഉള്ളവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതെല്ലാം അലോക്കേഷൻ ടൈമിൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്കുള്ള അലോക്കേഷൻ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ 27 മുൻപ് W കോയിൻ ഫാം ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്രൈറ്റീരിയാസിൽ ഒന്നും പറയാത്തൊരു കാര്യമാണ് ഈ WAI. അപ്പോൾ ഈ WAI എങ്കിലും നിങ്ങൾ കുറച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന മീംഫൈയുടെ എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയാസും കാര്യങ്ങളുമാണ്. നിങ്ങൾക്കറിയാം ഒക്ടോബർ 9 ഈ കോയിൻ ലിസ്റ്റ് ആവുന്നതാണ്. ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റിംഗ് എന്നൊന്നും അനൗൺസ്മെന്റ് വന്നിട്ടില്ല. എന്തായാലും ബിറ്റ്ഗെറ്റും ബൈബിറ്റും ഒക്കെ ലിസ്റ്റ് ആക്കും. ബിനാൻസ് ലിസ്റ്റ് ആക്കും എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ ഈ ടോണിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു ഉത്തരം, നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടും. അതാണ് മീംഫൈ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തലേ ദിവസം എയർ ഡ്രോപ്പിൻ്റെ തലേ ദിവസം വന്ന് മാറ്റി പറയുമോ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പ്രൊജക്റ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ചെയ്യുന്നത് അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്നതിനാണ്, നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും ഗുണം ഉണ്ടാകുന്ന പോലെ ആയിരിക്കണം പോവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കമ്മ്യൂണിറ്റിക്കും കൊടുക്കും, പ്രൊജക്റ്റിനും ലാഭം ഉണ്ടാക്കും, എക്സ്ചേഞ്ചിൽ ലാഭം ഉണ്ടാക്കും. ചിലപ്പോൾ എന്താക്കും? പ്രൊജക്റ്റ് ലാഭം ഉണ്ടാക്കും, എക്സ്ചേഞ്ചിൽ ലാഭം ഉണ്ടാക്കും, കമ്മ്യൂണിറ്റി മാത്രം മണ്ടന്മാരാകും. അപ്പോൾ എക്സ്ചേഞ്ചിനും ഈ ഒരു പ്രൊജക്റ്റുകൾക്കും ഒരിക്കലും നഷ്ടമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെയും ബ്ലൈൻഡ് ഫാൻ ആവാതിരിക്കുക. അപ്പോൾ ഈ മീംഫൈലും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് ബില്യൺസ് ഓഫ് ബാലൻസ് ഉള്ളവരുണ്ട്. നിങ്ങളുടെ കയ്യിൽ 100 മില്യൺ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഏറ്റവും മിനിമം ഞാൻ പറയുന്ന 1 ബില്യൺ മീംഫൈൽ പോയിന്റ്സ് എങ്കിലും ആക്കി വെക്കുക. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കിട്ടും. കാരണം നമുക്ക് ഈ ഒരു ലീഡർ ബോർഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന നമ്പേഴ്സാണ് ഓരോരുത്തർക്കുള്ളത്. 100 ബില്യൺ 200 ബില്യൺ ഒക്കെയാണ് ലീഡർ ബോർഡിൽ ഏറ്റവും താഴെ ഉള്ളവർക്ക് പോലും ഉള്ളത്.
അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി കഴിഞ്ഞു. ടോണിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടും. പക്ഷേ നല്ല എമൗണ്ടും പെട്ടെന്ന് എയർ ഡ്രോപ്പ് കിട്ടുന്നത് ആർക്കാണ്? ഈ ഒരു മീം ഫൈൻ്റെ പ്രീമിയം എടുക്കുന്നവർക്കാണ്. 1,00,000 പേര് ഓൾറെഡി പ്രീമിയം എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പ്രീമിയം എടുക്കണമെങ്കിൽ നമുക്ക് ടോണായിട്ട് ചിലവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോണാണ്. ഒരു ടോൺ കോയിനും എക്സ്ട്രാ കുറച്ച് ഗ്യാസ് ഫീയും വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം $6 അടുത്ത് നമുക്ക് ചിലവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 രൂപയ്ക്ക് അടുത്ത് നമുക്കിതിനു വേണ്ടി ചിലവാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എടുക്കണോ വേണ്ടേ? എൻ്റെ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട എന്ന് ഞാൻ പറയൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ചെയ്യുന്നത് എന്തിനാണ്? ഇവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ മാത്രമാണ്. അല്ലാതെ നമുക്കിത് നാകുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ട്രാൻസാക്ഷൻ ഈസ് പ്രയോറിറ്റൈസ്ഡ് ഇൻ ദ എയർ ഡ്രോപ്പ് ക്ലെയിം ക്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു മീം ഫൈ നമുക്ക് തരുന്ന അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈയുടെ 90% എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% മാത്രമേ ബാക്കി ലിക്വിഡിറ്റിക്കും ടീമിനൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള 90% അലോക്കേഷനും ആർക്കാണ്? കമ്മ്യൂണിറ്റിക്കാണ്. ഇതുവരെ ടെലഗ്രാം ബേസ്ഡ് ആയിട്ട് വന്ന എല്ലാ എയർ ഡ്രോപ്പുകളെക്കാളും കൂടുതലാണത് 90% അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് കുറേ എമൗണ്ട് കിട്ടും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം സെല്ല് ചെയ്യുന്നവർക്ക് മാത്രമേ നല്ല എമൗണ്ട് കിട്ടൂ. ഈ ഹാംസ്റ്റർ കോമ്പാറ്റൊക്കെ വന്നപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സെല്ല് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത്. പലരുടെയും വാക്ക് കേട്ട് കുറേ ആൾക്കാർ $1 ആവും $2 ആവും എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എവിടെയാണ് അതിൻ്റെ പ്രൈസ് കിടക്കുന്നത് നോക്കുക. അപ്പോൾ ആദ്യം സെല്ല് ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്ത് വേണം? ഈ മീം ഫൈൻ്റെ കോയിൻസ് ആദ്യം നമ്മുടെ കയ്യിലേക്ക് എത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം പർച്ചേസ് ചെയ്യണം. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളുടെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എവിടെയെങ്കിലും പോയാൽ ക്യൂ നിൽക്കുമല്ലോ, ആ ഒരു ലൈൻ നിന്ന് നമ്മൾ ഓരോ ക്ലെയിം ഇങ്ങനെ മേടിക്കണം. എൻ്റെ നമ്പറായി എനിക്ക് വേണം, എൻ്റെ ടോക്കൺ നമ്പറായി എനിക്ക് തരണം, അങ്ങനെ. അപ്പോൾ അങ്ങനെ മേടിക്കണമെങ്കിൽ ആദ്യം കൊടുക്കുക ആർക്കാണ്? ഈ പ്രീമിയം മെമ്പേഴ്സിനാണ്. അത് കഴിഞ്ഞിട്ടേ നോർമലായിട്ട് ആൾക്കാർക്ക് കൊടുക്കൂ. അപ്പോൾ പ്രീമിയം എടുക്കുന്നവർക്ക് ആകെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് നടക്കുമെന്നാണ് ഇവരിതാണ് പറയുന്നത്. ഇനി പ്രീമിയം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ തരും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ലംബോർഗിനി ഗിവ് അവേ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെറുതെ ഒരു കണ്ടുപൊടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലംബോ എന്ന് കേൾക്കുമ്പോഴേക്കും ഓടിപ്പോയി പ്രീമിയം എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഞാൻ ഒരിക്കലും എടുക്കേണ്ടെന്ന് പറയുന്നില്ല. പ്രീമിയം എടുപ്പിക്കാനുള്ള ഒരടവ് മാത്രമാണ് ഈ ലംബോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ഡെയിലി ചെക്കിനാണ്. ഇത് ചെയ്തില്ലെങ്കിൽ എയർ ഡ്രോപ്പ് കിട്ടില്ലേ? ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കില്ല. കാരണം മീം ഫൈൻ്റെ ടീം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ എയർ ഡ്രോപ്പ് എമൗണ്ടിനെ തീരുമാനിക്കും. നിങ്ങൾ എയർ ഡ്രോപ്പിൻ്റെ ഈ ഒരു ടോൺ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ, ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഉറപ്പായിട്ടും കൂടുതൽ പൈസ മുടക്കുന്നവർക്ക് കൂടുതൽ പൈസ തിരിച്ചു കിട്ടും, അത് ഉറപ്പാണ്. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഇല്ലേ? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ചെയ്തില്ലെങ്കിലും $1 പോലും മീം ഫൈലേക്ക് മുടക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഉണ്ട്. ഇത് ചെയ്യുന്നതിൻ്റെ ആകെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ 25 മില്യൺ കോയിൻസ് കിട്ടും, 500 സ്പിന്നും കിട്ടും ഓരോ ദിവസവും. അപ്പോൾ അത് വേണ്ടവർക്ക് എന്ത് ചെയ്യാം? ഇതോടെ ചെക്ക് ഇൻ ചെയ്ത് പോവാം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ചെക്ക് ഇൻ ടാസ്കുകളോ ടോൺ കൊടുക്കുന്ന പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വാങ്ങേണ്ടവർ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ സ്റ്റാർ കൊടുത്തിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ടോൺ കൊടുത്തിട്ട് വാങ്ങാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ $5.36 ആണ് ടോട്ടൽ ഗ്യാസ് ഫീയും ഇതുപോലെ തന്നെ ഇവർക്ക് ഒരു ടോണൊക്കെ കൊടുത്താൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 5.36 എത്രയാണ് ഇന്ത്യൻ രൂപ എന്ന് അറിയേണ്ടവർക്ക് എന്ത് ചെയ്യാം? 5.36 × 80 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് വാല്യൂ കിട്ടും എത്രയാണ് ഇന്ത്യൻ രൂപ എന്നുള്ളത്. അത് ചെയ്ത് നോക്കുക. വേണ്ടവർ എന്ത് ചെയ്യുക? ഇതുപോലെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയം പർച്ചേസ് ആവും. അതുപോലെ തന്നെ ഇതുപോലെ കൺഫേം ചെയ്താൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ പ്രീമിയം കിട്ടണമെന്നില്ല. എന്തെങ്കിലും എറേഴ്സ് വന്നിട്ട് ഈ ഒരു ടോണ് പോയി എന്നിട്ട് നമുക്ക് പ്രീമിയം കിട്ടില്ല, അങ്ങനെയൊക്കെ വന്നേക്കാം. എല്ലാം ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. ടോൺ പോവുകയും ചെയ്യും, എന്നാൽ ട്രാൻസാക്ഷൻ ഒട്ട് ആവുകയില്ല. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും പറയുന്നത് ഈ പ്രീമിയം എടുക്കേണ്ട എന്നാണ്. ഞാനും പ്രീമിയം പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡബ്ല്യൂ കോയിനെ പറ്റി മീം ഫൈനെ പറ്റി പറയാനുണ്ടായിരുന്നത്. ഇനിയും ഇതുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടി എന്ത് ചെയ്യുക? ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ 2 പ്രൊജക്റ്റുകൾ ഫാം ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുക. ആരോടും വെറുതെ $1 പോലും വേസ്റ്റ് ചെയ്യരുത് എന്ന കാര്യം നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.